പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിലെ അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ടുള്ള രേഖകൾ സംസ്ഥാനം കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറി. ആഭ്യന്തര വകുപ്പിലെ സ്പെഷ്യൽ സെൽ DYSP നേരിട്ട് ഡൽഹിയിൽ എത്തിയാണ് രേഖകൾ നൽകിയത്. അതേസമയം വെറ്ററിനറി സർവകലാശാലയുടെ പുതിയ VCI ഡോക്ടർ KS അനിൽ ചുമതലയേറ്റു. ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേക്ക് പിന്നാലെ കോളേജിലെ 13 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ റദ്ദാക്കി. സംഭവത്തിൽ 13 പേർ കുറ്റക്കാരെന്ന് റാഗിംഗ് വിരുദ്ധ സമിതി കണ്ടെത്തിയിരുന്നു. പിന്നാലെ 13 പേരെയും സസ്പെൻഡ് ചെയ്തു. ഇത് ചോദ്യം ചെയ്ത് 2 വിദ്യാർത്ഥികൾ ഹൈക്കോടതിയിൽ നിന്ന് ഇടക്കാല സ്റ്റേ നേടുകയായിരുന്നു. വിവരങ്ങളുമായി അജീഷ് ജയകുമാറുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, പറയൂ. ഉന്മേഷ്, എന്തായാലും മുഖ്യമന്ത്രി നേരിട്ട് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിൽ തന്നെ ഒരു ഗുരുതര വീഴ്ചയുണ്ടാകുന്നു. ഈ ഒരു പശ്ചാത്തലം വിവാദമായതോടെയാണ് ഇന്നലെ രാത്രി തന്നെ സ്പെഷ്യൽ സെൽ DYSPക്ക് രേഖകളും നൽകി സർക്കാർ ഡൽഹിക്ക് വിമാനം കയറ്റിവിട്ടത്. ഇന്ന് രാവിലെയാണ് പേഴ്സണൽ മന്ത്രാലയത്തിൽ നേരിട്ടെത്തി സ്പെഷ്യൽ സെൽ DYSP ശ്രീകാന്ത് രേഖകൾ കൈമാറിയത്. പ്രൊഫോമ അടക്കമുള്ള രേഖകളാണ് പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറിയത്. FIRന്റെ ഇംഗ്ലീഷിലുള്ള പകർപ്പ്, മഹസർ, മൊഴി, ഇതടക്കമുള്ള 8 വിവരങ്ങളാണ് പ്രൊഫോമയിലുള്ളത്. ഈ വിവരങ്ങൾ പേഴ്സണൽ മന്ത്രാലയം പരിശോധിച്ച ശേഷം CBI ഡയറക്ടർക്ക് കൈമാറും. CBI ഡയറക്ടറാണ് ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കണമോ വേണ്ടയോ എന്ന് ഇനി തീരുമാനമെടുക്കുക. എന്തായാലും ഈ വിഷയം സർക്കാരിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. പക്ഷേ പ്രതിപക്ഷം ഇത് ഏറ്റെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട തുടർ സമരങ്ങളടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം VC, അതായത് PC ശശീന്ദ്രൻ രാജിവെച്ചിരുന്നു. ഈ 30ഓളം വിദ്യാർത്ഥികളെ സർവകലാശാലയിലെ സസ്പെൻഷൻ പിൻവലിച്ചിരുന്നു PC ശശീന്ദ്രൻ. ഈ തീരുമാനം ഗവർണർ ഇടപെട്ട് തിരുത്തുകയും ഈ PC ശശീന്ദ്രനിൽ അതൃപ്തിയും രേഖപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ശശീന്ദ്രൻ നേരത്തെ രാജിവെച്ചത്. ഈ ഒഴിവിലേക്കാണ് ഇപ്പോൾ പുതിയ VCയെ നിയമിച്ചിരിക്കുന്നത്. സർവകലാശാലയിൽ തന്നെ പ്രൊഫസറായ KS അനിലാണ് പുതിയ സർവകലാശാല വൈസ് ചാൻസലർ. അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.